ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കതിനായി പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളൊന്നും നമുക്ക് കർത്താവ് വരുത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറയിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ മുഖാന്തരം നമ്മളോട് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർക്ക് വരുത്തിയ 10 ബാധകൾ, ഒന്ന്, നൈൽ നദിയെ, അവരുടെ നദിയെ ചോരമയമാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഫറവോൻ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ, ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ അവൻ്റെ ദേശത്തുള്ള സകല നദികളിന്മേലും കുളങ്ങളിന്മേലും എല്ലാം മോശയോട് അഹരോനോട് തൻ്റെ വടി കൊണ്ട് അതിനെ അടിക്കാൻ പറഞ്ഞു. വടി കൊണ്ട് അടിച്ചപ്പോൾ അതെല്ലാം ചോരയായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ ഭവനത്തിൽ അവർ കരുതി വച്ചിരുന്ന വെള്ളവും അതും ചോരയായി തീർന്നു. ഹല്ലേലൂയ. ചോര ഈ നൈൽ നദിയിൽ വ്യാപരിച്ചപ്പോൾ അതിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങളെല്ലാം ചത്തു പൊങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം ചത്തു നാറി ആ വെള്ളം കുടിക്കുവാൻ കൊള്ളില്ലാത്ത രീതിയിലായി തീർന്നു. നൈൽ നദി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അവരുടെ ദേവനാത്. ഹല്ലേലൂയ. സാധാരണ നദികളൊക്കെ ഇന്ത്യയിൽ ഉള്ള നദികൾ ദേവിമാരാണ്. ഗംഗ, യമുന, ഗോദാവരി, ഇതൊക്കെ എല്ലാം ദേവിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ നൈൽ നദി ദേവനാണ്. ഹല്ലേലൂയ. ഇന്ത്യയിലുണ്ട് ദേവന്മാരായ നദികൾ. ബ്രഹ്മപുത്ര, സിന്ധു, ഇതെല്ലാം ദേവന്മാരാണ്. ഇതൊക്കെ മെയിൽ ജെൻഡറാണ് ഈ നദികളൊക്കെ. ഹല്ലേലൂയ. ഈ മിസ്രൈമിലെ ഈ നൈൽ നദി ഏതാണ്ട് 930 മൈലോളം ഒഴുകി മിസ്രൈം ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യമായ ജലസ്രോതസ് കൊടുക്കുന്ന ഒരു നദിയാണ്. ഹല്ലേലൂയ. അപ്പോൾ കൃഷിക്കും മൃഗങ്ങൾക്കുമൊക്കെ കുടിക്കുവാനും മനുഷ്യർക്ക് കുടിക്കുവാനും കുളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നദിയാണ്. പ്രത്യേകിച്ച് അത് അവരുടെ ദേവനുമാണ്. ഹല്ലേലൂയ. ആ ദേവനെ തന്നെ, അതിനെ സൃഷ്ടിച്ചവനായ ദൈവം അതിനെ, ഹല്ലേലൂയ, ഒന്നിനും കൊള്ളുകയില്ലാത്ത രീതിയിൽ മാറ്റുവാനിടയായി തീർന്നു. അവർ സൃഷ്ടാവിനെ ഭജിക്കാതെ അവർ സൃഷ്ടിച്ചവൻ്റെ സൃഷ്ടികളെ ഭജിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവരുടെ ദേവനെ, ഹല്ലേലൂയ, അവർക്ക് പ്രയോജനമില്ലാത്തതാക്കി മാറ്റുവാനിടയായി തീർന്നു. രണ്ടാമതായിട്ട് അവർക്ക് അവരുടെ മോശ ഇതുപോലെ, ഹല്ലേലൂയ, കുളത്തിലൊക്കെ വീണ്ടും അടിക്കാൻ ദൈവം പറഞ്ഞു. അങ്ങനെ കുളത്തിലൊക്കെ വടി കൊണ്ട് അടിച്ചപ്പോൾ, അഹരോനൊക്കെ ചേർന്ന് അടിച്ചപ്പോൾ ആ കുളത്തിലും ഒക്കെ തവളകൾ കണ്ടമാനം വ്യാപരിക്കാൻ തുടങ്ങി. തവള എന്ന് പറയുന്നത് അവരുടെ ഒരു ദേവന. അത് ഹെക്ട് ഗോഡ് എന്ന് പറയും. തവളയുടെ മുഖമുള്ള ഒരു ദേവന. ഹല്ലേലൂയ. ആ തവള ദേവനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നൈൽ നദി ആരാധിക്കുന്ന പോലെ തവള എന്ന ദേവനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന. എന്നിട്ട് ഈ തവളകളെല്ലാം ഇവരുടെ ഭവനങ്ങളിലും ഫറവോൻ്റെ അടുക്കളകളിൽ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിൽ ഒക്കെയും കട്ടിലുകളിൽ എല്ലാം കയറി ഭയങ്കര ശല്യമായി തീർന്നു. അതിലൊക്കെയും എല്ലാം കൊന്നു കളയുവാനും അതെല്ലാം ചീഞ്ഞ് നാറുവാനും ഇടയായി തീർന്നു. അവരുടെ ദേവനാണ്. അവരുടെ ദേവനെ, ഹല്ലേലൂയ, അവർ വെറുക്കുവാൻ ഇടയായി തീർന്നു. സർവശക്തനായ സൃഷ്ടാവായ ദൈവമുള്ളപ്പോൾ അവർ ആ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മൂന്നാമതായി, ഹല്ലേലൂയ, പൊടിയെ അവർ വടി കൊണ്ട് പൊടിയെ അടിച്ചപ്പോൾ
അതെല്ലാം മിസ്രയീം ദേശം മുഴുവനും പടർന്ന് അതെല്ലാം പേനായിട്ട് മാറി. ഹല്ലേലൂയ. പേന് മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന, തലയിലൊക്കെ വന്നിരിക്കുന്ന ഈ മൃഗങ്ങളുടെ ദേഹത്തെല്ലാം, രോമമുള്ള മൃഗങ്ങളുടെ ദേഹത്തെല്ലാം വന്നിരിക്കുന്ന പൂച്ച, പട്ടി, ഇതിൻ്റെ എല്ലാം ദേഹത്ത് വന്നിരിക്കുന്ന പേനായിട്ട് മാറി. ഹല്ലേലൂയ. സാധാരണ ഈ തരത്തിലുള്ള പേനുകളൊക്കെയും ഒരു ബിലോ സ്റ്റാൻഡേർഡുള്ള മനുഷ്യരുടെ ഒക്കെ ദേഹത്ത് ഇതൊക്കെ വരത്തുള്ളൂ. ഫറവോനെ പോലുള്ള വലിയ ഓഫീഷ്യൽസിൻ്റെ ഒക്കെ ഭവനങ്ങളിലൊന്നും ഈ പേനൊന്നും വരികയില്ല. അതൊരു കുറച്ചിലുമാണ് ഇങ്ങനെയുള്ള പേന് തലയിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഫറവോൻ്റെ ദേഹത്തെല്ലാം ദൈവം അത് കൊടുത്തു. ഫറവോൻ്റെ ഭവനത്തിലുള്ളവരുടെ മിസ്രയീമിലുള്ള സകലരുടെയും ചോര വലിച്ചു കുടിക്കുവാനും അവർക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ ഈ പേൻ മുഖാന്തരം വരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും എന്നിട്ടും ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ അവൻ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം ഈച്ചകളെ ഫറവോൻ ദേശത്തേക്ക് ഈച്ചകളെ പറഞ്ഞയച്ചു. നായിച്ച എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഈച്ച അത് അവരുടെ ഒരു ഗോഡസാണ്. അത് ഹല്ലേലൂയ. അതൊരു ഫീമെയിൽ ഗോഡാണ്. ആ ഈച്ചയെ യേശുക്രിസ്തു പറഞ്ഞ ബെൽസബൂൽ, അത് ഈച്ചയാ. ഹല്ലേലൂയ. പിശാചിൻ്റെ ഒരു ശാഖയാണ്. ഹല്ലേലൂയ. ഈച്ചകളെ ഫറവോൻ്റെ ദേശത്തെല്ലാം വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഫറവോൻ ആ ദേശത്തിന് വലിയൊരു ശല്യമായി തീർന്നു. എന്നിട്ടും ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്കാൻ വിടാതെ തടഞ്ഞു നിർത്തിയപ്പോൾ വീണ്ടും ഹല്ലേലൂയ ഫറവോൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുവാനിടയായി തീർന്നു. ആ ദേശത്തുള്ള മൃഗങ്ങളൊക്കെയും ചത്തൊടുങ്ങുവാനിടയായി തീർന്നു. അവൻ്റെ വാഹന മൃഗങ്ങളായ കുതിര, കഴുത, കാള തുടങ്ങിയ മൃഗങ്ങളൊക്കെയും ചത്തൊടുങ്ങുവാനിടയായി തീർന്നു. പലവിധ രോഗങ്ങളാൽ ചത്തൊടുങ്ങുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഫറവോൻ വീണ്ടും തൻ്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ കുറച്ച് ചാരമെടുത്ത് ആകാശത്തേക്ക് വിതറാൻ പറഞ്ഞു. ചാരമെടുത്ത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മിസ്രയീം ദേശം മുഴുവനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്തെല്ലാം പുണ്ണായി മാറുവാനിടയായി തീർന്നു. അത് ശരീരത്തിൽ ബോയിലായി വന്ന് കടിക്കുവാനും അത് മാന്തുവാനും അവിടെ നിന്നെല്ലാം ഒഴുകുവാനും ഭയങ്കര വേദനയെ അനുഭവിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ടും ഈ ജീവനുള്ള ദൈവത്തെ അവർ മനസ്സിലാക്കാതെ വണ്ണം ദൈവത്തോട് എതിർത്ത് നിൽക്കുവാനിടയായി തീർന്നു. ഏഴാമതായി അവരുടെ മേൽ ദൈവം ആകാശത്തു നിന്ന് ഹെയില്, കൽമഴ വർഷിപ്പിക്കുവാനിടയായി തീർന്നു. ആ കൽമഴ വർഷിച്ചപ്പോൾ അനേകം മൃഗങ്ങൾ അതുപോലെ അവരുടെ കാർഷിക വിളകളൊക്കെയും നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു. വീണ്ടും ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ ദൈവം വെട്ടുക്കിളികളെ അയച്ച് ബാക്കിയുണ്ടായിരുന്ന സസ്യവിളകൾ, പച്ചപ്പുകൾ മുഴുവനും നശിപ്പിച്ച് കളയുവാനിടയായി തീർന്നു. എന്നിട്ടും ഫറവോൻ ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ദൈവം സൂര്യനെ 3 ദിവസത്തേക്ക് അങ്ങ് ഇരുട്ടാക്കി കളഞ്ഞു. സൂര്യൻ എന്ന് പറയുന്ന അവരുടെ വലിയ ദൈവങ്ങളിൽ ഒന്നാണ്. സൂര്യദേവൻ, അവരുടെ ദേവനാ സൂര്യന്. നൈൽ നദി ദേവനാണ്. അതുപോലെ ഫ്രോഗ് ദേവനാ, ഈച്ച ദേവനാ. അതുപോലെ ഇപ്പോൾ സൂര്യനെ 3 ദിവസത്തേക്ക് ഇരുട്ടാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സൂര്യനെ സൃഷ്ടിച്ചവനാണ് അതിനെ 3 ദിവസത്തേക്ക് ഇരുട്ടാക്കിയത്. അവർ കരുതിയിരിക്കുന്ന സൂര്യനാ ദൈവം. ദൈവമായ സൂര്യൻ തങ്ങൾക്ക് വെളിച്ചവും പ്രകാശവും ചൂടുമെല്ലാം തരുന്നു എന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ അവരുടെ ചിന്താഗതികൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി ദൈവം അതിനെല്ലാം അടച്ചു കളഞ്ഞു. എന്നിട്ടും അവർ ദൈവത്തോട് മറുതലിച്ച് നിന്ന് അവരവരുടെ ദേവന്മാരെ തന്നെ ആരാധിക്കുവാനിടയായി തീർന്നു. അവർ ഇസ്രായേൽ മക്കളെ വിടാൻ കൂട്ടാക്കിയതുമില്ല. ഒടുവിലായി ദൈവം സംഹാരദൂതനെ അയച്ച് മിസ്രയീമിലുള്ള സകല കടിഞ്ഞൂലുകളെയും, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയും ഒറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കുവാൻ ഇടയായി തീർന്നു. വലിയ സംഹാരം നടന്നു. ഈ സംഹാരം നടന്നപ്പോൾ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന പ്രദേശത്ത് യാതൊന്നും സംഭവിച്ചില്ല. ഈ 10 ബാധകളിൽ ഒന്നുപോലും അവർക്ക് വരുവാൻ ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. ദൈവം അവരെ പ്രത്യേക രീതിയിൽ കാത്തത് കൊണ്ട്, ജീവനുള്ള ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് വരുന്ന ദോഷങ്ങളിൽ ഒന്നും ജീവനുള്ള ദൈവത്തെ ആരാധിച്ചവർക്ക് സംഭവിച്ചില്ല.
അതിൽ തന്നെ ഒരു പാഠം ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല, മറിച്ച് അത് നമുക്ക് ദോഷമായി തീരുവാൻ ഇടയായിത്തീരും. ഇങ്ങനെയുള്ള ഈ 10 രീതിയിലുള്ള ബാധകളെ കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചുവെങ്കിലും അവർ പിന്നെയും മനസ്സിലാക്കാതെ അതേ രീതിയിൽ തന്നെ അവർ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നിലേക്ക് പോവുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവം അവിടെ നിന്ന് ചെങ്കടലിലൂടെ കടത്തി. അതും വലിയൊരു അത്ഭുതം. ആ ചെങ്കടൽ 2ആയി വിഭാഗിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോനും കൂട്ടരും കരുതി അതിനെ പുറകെ തങ്ങൾക്കും പോകാം, തങ്ങൾക്കും വേണ്ടിയാണല്ലോ ഇത് വിഭജിച്ചത്, ദൈവമാണ് വിഭാഗിച്ചതെന്നല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ വിഗ്രഹ ദൈവങ്ങൾ ആരോ ആണ് ചെയ്തതെന്നാണ് അവരുടെ ധാരണ. അങ്ങനെ അവരതിലൂടെ കടന്നു പോയപ്പോൾ ഇസ്രായേൽ മക്കൾ കരയ്ക്കെത്തിയപ്പോൾ ദൈവം ആ വെള്ളത്തെ കൂട്ടിച്ചേർക്കുവാനും അവരുടെ പുറകെ വന്ന അവരുടെ ശത്രുക്കളെ എന്നേക്കുമായിട്ട് ആ ചെങ്കടലിൽ അടക്കുവാനും ഇടയായി തീർന്നു. ചെങ്കടൽ ഇസ്രായേൽ മക്കൾക്ക് രക്ഷയായി തീർന്നപ്പോൾ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ നിഷേധിച്ച ജനങ്ങൾക്ക് അതൊരു ശവപ്പറമ്പായി, ഒരു ശവക്കല്ലറയായി തീരുവാനും ഇടയായി തീർന്നു. ഇന്നും ദൈവത്തെ അറിയാതെ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെ അനുഭവം അത് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ദൈവത്തെ അറിയുന്നവർക്ക് രക്ഷ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് കാൽവരി ക്രൂശിൽ. എന്നാൽ അതറിയാത്തവർ, അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടക്കുന്നവർക്ക് ദൈവം ആ ചെങ്കടല് ശവപ്പറമ്പാക്കി തീർത്തതുപോലെ, അവരുടെ കല്ലറയാക്കി തീർത്തതുപോലെ ഇന്നും ദൈവം അപ്രകാരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആർക്കും ഈ ഫറവോൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾ, അവർ ഹൃദയവേദനയുടെ അടിമത്തത്തിൽ, അവർക്കൊന്നുമില്ല, അവർ പ്രയാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ. അവർക്ക് അവരുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുവാനോ ആ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുവാനോ ഒരു ഭവനമുണ്ടാക്കുവാനോ അവർക്ക് കഴിയില്ല. കാരണം അവർ അടിമകളാണ്, അവർ മറ്റുള്ളവരുടെ അടിമകളാണ്. അവരുടെ നിലവിളി കേട്ട ദൈവം അവരെ അവിടുന്ന് വിടുവിച്ച് ശൂർ മരുഭൂമിയിലെത്തിച്ചു. ഈ അത്ഭുതങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. അവർ മിരിയാം, ആ സമയത്ത് ഒരു 94 വയസ്സെങ്കിലും പ്രായമുള്ള വൃദ്ധയായ ഒരു മാതാവ്, അവർ തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. സന്തോഷമായി അവർക്ക്. അതിനുശേഷം ശൂർ മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങി. ആ യാത്രയിൽ ഏറെ പ്രയാസങ്ങളുണ്ടായി. മരുഭൂമിയാണ്, ചൂട് കാറ്റുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമില്ല. കുറച്ചൊക്കെ അവർ കരുതി കാണുമായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവർക്ക് വെള്ളം തീരെയില്ലാണ്ട് വന്നു. അവരുടെ കുഞ്ഞുകുട്ടികൾ കരയുവാൻ തുടങ്ങി, മൃഗങ്ങൾ കരയുവാൻ തുടങ്ങി. അവർ വല്ലാതെ പ്രയാസത്തിലായി. എങ്ങനെ വെള്ളം കിട്ടും? അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ മാറ എന്ന സ്ഥലത്തെത്തി. അവിടെ വെള്ളം കാണുവാനിടയായി തീർന്നു. അവർ ഓടിച്ചെന്ന് സന്തോഷത്തോടെ പോയി ആ വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയപ്പോൾ അത് കുടിക്കുവാൻ കഴിയുകയില്ല. കയ്പ് നിറഞ്ഞ വെള്ളമാണ്. അവർ ഏറെ ദുഃഖിതരായി എന്ന് മാത്രമല്ല, മോശയുടെ നേരെ പൊട്ടിത്തെറിക്കുവാനിടയായി തീർന്നു. നീ എന്ത് കണ്ടിട്ടാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളമില്ല, ഞങ്ങളുടെ ഈ കുഞ്ഞുകുട്ടികളും മൃഗങ്ങളും എല്ലാം നശിച്ചു പോകും, ഞങ്ങൾക്ക് വെള്ളം വേണം എന്നും പറഞ്ഞ് 20 ലക്ഷം വരുന്ന ഈ ജനങ്ങൾ മോശയ്ക്കെതിരെ പോരാടുവാൻ തുടങ്ങി. മോശ എന്ത് ചെയ്യും ഈ സമയത്ത്? ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഹല്ലേലൂയ, നീ എൻ്റെ ഏൽപ്പിച്ച ഈ ജനങ്ങളൊക്കെയും ഇന്ന് ഒരു മാറയുടെ അനുഭവത്തിലൂടെ പോവുകയാണ്. ഇവർക്ക് എവിടുന്ന് കുടിക്കാൻ വെള്ളം ഞാൻ കൊടുക്കും? ഹല്ലേലൂയ. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് അതിൻ്റെ പരിഹാരം കാണിച്ചു കൊടുത്തു. മോശ ആ കാണുന്ന മരത്തിൻ്റെ കമ്പുകൾ നീ വെട്ടി ആ മാറയിൽ വെള്ളത്തിലേക്ക് ഇടുക. മോശ അപ്രകാരം ചെയ്തപ്പോൾ ആ വെള്ളം മധുരമായി തീരുവാനും ഇടയായി തീർന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു സത്യം, നമ്മുടെ ജീവിതം പലപ്പോഴും മാറയായി തീരുവാനിടയായി തീരും. ഈ മാറയായി തീരുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റം പറയുകയോ നാം നിരാശരാകുകയോ ചെയ്യാൻ ഇടവരാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. മോശയെ സംബന്ധിച്ച് അവൻ ഒറ്റയ്ക്കൊരു മനുഷ്യൻ, സകലരും അവനോട് എതിരായി.
ആരും അവന് സൈഡ് പറയാനില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, കുഞ്ഞുകുട്ടികളുണ്ട്, അവരുടെ എല്ലാം തൊണ്ട വരണ്ട്, അവരുടെ കണ്ണെല്ലാം അകത്തേക്ക് തള്ളിയ അവസ്ഥയിലായി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഹാലേലുയ എന്നെ സഹായിക്കണമേ. ദൈവം അവരെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. ഒരിക്കലും ഒരു സഹോദരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വളരെ വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരി. അവളുടെ ജീവിതത്തിൽ അവൾക്കൊരു നല്ല ജോലി ലഭിച്ചില്ല. എന്നാൽ അവളുടെ കൂടെ പഠിച്ചവർക്കൊക്കെയും നല്ല ജോലി ലഭിക്കുകയും അവരുടെ എല്ലാം വിവാഹം നടക്കുകയും കുടുംബമായി കുട്ടികളുമായി ജീവിക്കുവാൻ തുടങ്ങി. ഹാലേൽ. എന്നാൽ ഈ സഹോദരിക്ക് മാത്രം ഒരു ജോലി ലഭിച്ചില്ല, വിവാഹവും നടക്കുന്നില്ല. അവരുടെ ജീവിതം മാറയായി തീർന്നു, കയ്പായി തീർന്നു. ഒടുവിൽ ഒരു പുരുഷൻ വന്ന് അവരുടെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു. അയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായി, സന്തോഷത്തോടെ വിവാഹം നടത്തി കൊടുത്തു. എന്നാൽ ആ രാത്രിയിൽ തന്നെ അവൾക്ക് മനസ്സിലായി, ഈ മനുഷ്യന് ഇതിനു മുമ്പ് 3-4 വിവാഹം കഴിച്ചിട്ടുള്ളവനും വിവാഹം കഴിച്ച് 1-2 ആഴ്ചയ്ക്കകത്ത് വിവാഹം കഴിക്കുന്ന ആ സ്ത്രീയെ കൊല്ലുകയും അവരുടെ ആഭരണങ്ങളും പണവും മോഷ്ടിച്ചുകൊണ്ട് സ്ഥലം വിടുകയും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇതുപോലെ വീണ്ടും വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് അവൾക്ക് അന്ന് രാത്രി ആരോ അവളോട് പറഞ്ഞു കൊടുത്തു. ഹാലേലുയ. അവളുടെ ജീവിതം വീണ്ടും കൈപ്പേറിയതായി. അവൾ അന്ന് രാത്രി തന്നെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുവാനും ഇടയായി തീർന്നു. അങ്ങനെ അവളുടെ ജീവിതം വളരെയേറെ കയ്പായി തീർന്നു. ഹാലേലുയ. മനുഷ്യന് ഇതുപോലെ അനേകം കയ്പോടെ ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. വഞ്ചനയാൽ വരുന്ന കയ്പുകൾ, ദ്രോഹത്താൽ വരുന്ന കയ്പുകൾ, വേർപാടിനാൽ വരുന്ന കയ്പുകൾ, രോഗത്തിൻ്റെ അവസ്ഥയിൽ വരുന്ന കയ്പുകൾ. ചില രോഗങ്ങളൊക്കെയും സൗഖ്യമാകുകയില്ലെന്ന് ഡോക്ടർമാരും മനുഷ്യരും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കയ്പായി തീരുവാനിടയായി തീരും. ദാരിദ്ര്യത്താൽ വരുന്ന കയ്പുകളുണ്ട്. ഹാലേലുയ. എത്ര അധ്വാനിച്ചിട്ടും ആവശ്യമായ പണം ലഭിക്കാതെ, ഹാലേലുയ, അല്ലെങ്കിൽ പണം വൃഥായി ചെലവായി പോയിക്കൊണ്ട് ഭക്ഷണത്തിനുള്ള പൈസ പോലുമില്ലാതെ ദാരിദ്ര്യത്താൽ ഉള്ള കയ്പുകൾ ഉള്ളവരുണ്ട്. ഹാലേലുയ. എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാകാതെ വരുന്ന കയ്പുകളുണ്ട്. നവോമിയെ പോലുള്ളവരെ, ഹാലേലുയ, അവളെടുത്ത തീരുമാനം ശരിയായിരുന്നില്ല. ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയപ്പോൾ അവൾ കരുതി, ഹാലേലുയ, അവളുടെ തീരുമാനം നല്ലതാണെന്ന്. പക്ഷേ ഞാൻ കയ്പായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു വരുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമുക്ക് തന്നെ കയ്പായി തീരും. ഹാലേലുയ. അങ്ങനെയുള്ള കയ്പുകൾ വരുമ്പോൾ ഹാലേൽ നമ്മുടെ ഹൃദയം കയ്ക്കുവാനിടയായി തീരും. ഹൃദയം കയ്ക്കുമ്പോൾ ജീവിതം തന്നെ വളരെ ദുസ്സഹമായി തീരുവാൻ ഇടയായി തീരും. മുന്നിലേക്ക് പോകുവാൻ ഹാലേലുയ നമുക്ക് വളരെ പ്രയാസമായി തീരുവാൻ ഇടയായി തീരും. ഹാലേലുയ. മോശ നമുക്കൊരു ഉദാഹരണമായിട്ട് നിൽക്കുവാണ്. ഹാലേലുയ. മോശയ്ക്ക് ഇതുപോലൊരു കയ്പ് വന്നു കഴിഞ്ഞപ്പോൾ മോശ അവിടെ കിടന്ന് തളർന്നു പോകുവാനോ അവരുടെ എതിർത്ത് നിൽക്കുവാൻ ഇടയായി തീർന്നില്ല. സ്വന്തമായൊരു തീരുമാനം എടുക്കുവാൻ മോശ തയ്യാറായില്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഹാലേലുയ, കയ്പായി ജനങ്ങളെ നീ കാണുന്നുവല്ലോ, അവരെനിക്കെതിരെ തിരിയുന്നുവല്ലോ, കർത്താവേ നീ ഒരു വഴി കാണിച്ചു തരണമേ. ഹാലേലുയ. ഇതുവരെ നീ ഞങ്ങൾ നടത്തിയ ദൈവം, ഹാലേലുയ, നീ എൻ്റെ കൂടെയുള്ള ദൈവമാ. ഹാലേലു. എനിക്കറിയാം ഹാലേലു, ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളില്ലേ ദൈവമേ നീ കാണിച്ചത്. 10 ബാധകളാൽ അവരെ ബാധിപ്പിച്ചുകൊണ്ട് നീ ചെങ്കടലിൽ 2ആയി വിഭാഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇതുവരെ വഴി നടത്തിയ ദൈവം, ഇനിയും നിനക്ക് ഞങ്ങളെ വഴി നടത്തുവാൻ നിനക്ക് കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഹാലേലുയ. ഞങ്ങളുടെ ഈ മാറയെ നീ മാറ്റിത്തരണമേ. കർത്താവ് അവൻ്റെ മാറയെ മാറ്റിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. മോശയ്ക്ക് ഹാലേലുയ അതിനായി പരിഹാരത്തിനായിട്ട് ആ മാറയിലെ വെള്ളം എങ്ങനെ മധുരമാക്കുവാൻ കഴിയുമെന്ന് മോശയെ ദൈവം കാണിച്ചു കൊടുത്തു. മോശയുടെ നിലവിളി ദൈവം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ മാറ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കയ്പ് വരുമ്പോൾ നാം മോശയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അതേത് തരത്തിലുള്ള കയ്പാണെങ്കിലും ദൈവം ആ കയ്പിനെ മാറ്റിത്തരുവാൻ ഇടയായി തീരും. നമുക്ക് ദാവീദിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദാവീദ് ഹാലേലുയ, ദാവീദ് പറഞ്ഞു, ദൈവമേ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദാവീദിനെ നോക്ക്, ആ മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കളെക്കാളും കയ്പുള്ളതായിരുന്നു ദാവീദിൻ്റെ ജീവിതം. ഹാലേലുയ. ഇവിടെ ഇസ്രായേൽ മക്കൾ വെള്ളമില്ലാതെ ദാഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ കയ്പാക്കിയപ്പോൾ ദാവീദ് ഹാലേലുയ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കയ്പ്, എൻ്റെ ഉള്ളം നിനക്കായി
കാംക്ഷിക്കുന്നു. ഉണങ്ങി വരണ്ട ദേശത്ത്, ഹല്ലേലൂയ, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്, ഹല്ലേലൂയ, ദാവീദിന് ഒരു തുള്ളി വെള്ളം പോലുമില്ല, കൈപ്പായ വെള്ളവും ഇല്ല, ഒന്നുമില്ല. അത്രമാത്രം പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ദാവീദ്. അവനെ കൊല്ലുവാൻ വരുന്നത് അവൻ്റെ മകനാ, ഹല്ലേലൂയ. അബ്ശലോം രാജ്യം അടക്കാനുള്ള അവൻ്റെ ആഗ്രഹം, അതിന് മുമ്പിലിരിക്കുന്ന രാജാവിനെ കൊന്നയൊക്കെയുള്ളൂ, ഹല്ലേലൂയ. ഏത് സമയത്തും അബ്ശലോം വരാം. അവൻ വളരെ ക്ലവറായിട്ടുള്ള ഒരുവനാ. അവൻ ഏത് സമയത്തും വന്ന് ദാവീദിനെ കൊല്ലാം. ദാവീദിൻ്റെ കൂടെയുള്ളവർ അവരേത് സമയത്തും ദാവീദിനെ ഒറ്റിക്കൊടുക്കാം. ഏത് സമയത്തും ദാവീദിന് മരണം പ്രതീക്ഷിക്കാം, ഹല്ലേലൂയ. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ദേശം പോലെ ദാവീദിൻ്റെ ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുക. തന്നെ രക്ഷിക്കുവാൻ ആരുമില്ല. തന്നെ രക്ഷിക്കുവാൻ താൻ മറ്റാരോടും ആവശ്യപ്പെടുന്നുമില്ല. തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് സർവശക്തനായ ദൈവമെന്ന് ദാവീദ് അറിയുന്നു, ഹല്ലേലൂയ. ആ ദൈവത്തോട് ദാവീദ് നിലവിളിച്ച് പറയുന്നു, ദൈവമേ, എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു, ഹല്ലേലൂയ. 63-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ. ദാവീദ് അപ്രകാരം തൻ്റെ മാറയെ മധുരമാക്കുവാനിടയായി തീർന്നു. ദാവീദ് ദൈവത്തെ അപ്രകാരം കണ്ടു കഴിഞ്ഞപ്പോൾ, എൻ്റെ ഉള്ളം മാറയായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, പലവിധ പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതം മാറയായി തീരുമ്പോൾ നാം ദാവീദിനെ പോലെ ദൈവത്തോട് അപേക്ഷിക്കുക. മോശയെപ്പോലെ ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവമേ, എൻ്റെ മാറയെ നീ നീക്കി തരണമേ. എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല ഈ മരുഭൂമിയിൽ, ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ളവരെ തന്നെ എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുകയില്ല. അവരാരെങ്കിലും അവരുടെ ജീവന് വേണ്ടി അവർ എന്നെ ഒറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി അവർ എന്നെ ഒറ്റിക്കൊടുത്തു എന്ന് വരാം. എന്നാൽ കർത്താവേ, ഹല്ലേലൂയ, നീ എൻ്റെ മാറയെ മധുരമാക്കണമേ എന്ന് ദാവീദ് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ. നിനക്കായി എൻ്റെ ദേഹം കാംക്ഷിക്കുന്നു, കർത്താവേ, നിനക്കായി, ഹല്ലേലൂയ. ആ ദാവീദിൻ്റെ മാറയെ മാറ്റിക്കൊടുക്കുവാൻ കഴിവുള്ളവനായ ദൈവം, മോശയുടെ മാറയെ മാറ്റിക്കൊടുത്തവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മാറയെ, അതേത് തരത്തിലുള്ള മാറയായിക്കോട്ടെ, രോഗത്താലുള്ള മാറയായിക്കോട്ടെ, ജോലിയില്ലാത്ത മാറയായിക്കോട്ടെ, തലമുറയാലുണ്ടായ മാറയായിക്കോട്ടെ, ശത്രുക്കളാലുണ്ടായ മാറയായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള മാറയാണെങ്കിലും നമുക്ക് നമ്മുടെ ദൈവത്തോട് നിലവിളിക്കാം, ദൈവമേ, എൻ്റെ മാറയെ നീ മാറ്റിത്തരണമേ, ഹല്ലേലൂയ. എൻ്റെ മാറയെ നീ മാറ്റിത്തരണമേ കർത്താവേ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മാറയെ മാറ്റിത്തരും. ദൈവം ഇവിടെ 26-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിങ്ങൾക്ക് വരുത്തുകയില്ല. മിസ്രയീമ്യര് എൻ്റെ വചനത്തോട് മറുത്തു നിന്നു. നിങ്ങൾ എൻ്റെ വചനത്തോട് മറുത്തു നിൽക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വ്യാധിയും ഞാൻ വരുത്തുകയില്ല. ഒരു ബാധയും ഞാൻ നിങ്ങളുടെ കൂടാരത്തിലേക്ക് അയക്കുകയില്ല. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ വാഗ്ദത്തത്തെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.